ഇന്ന് നമ്മൾ ബിമ്മിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് നോക്കും. എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ടാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ബിമ്മിന്റെ ബേസിക് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറഞ്ഞു വന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എവിടെ വരെ നമ്മൾ പറഞ്ഞു നിർത്തി? വൈ ബിം എന്ന് പറയുന്നത് വരെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. കീ ഫീച്ചേഴ്സ് നിർത്തി, പിന്നെ ലെവലുകളെ കുറിച്ച് പറഞ്ഞു, എന്നിട്ട് പിന്നെ ടോപ്പ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞു, പിന്നെ AI എങ്ങനെയാണ് ബിമ്മിൽ ആപ്ലിക്കബിൾ ആവുമെന്ന് ചോദിച്ചു. അപ്പം ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇതിന്റെ ഓരോ സ്റ്റെപ്പുകളാണ്. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് വാട്ട് ഇൻഫർമേഷൻ ഇസ് ഇൻക്ലൂഡഡ് ഇൻ എ ബിം പ്രൊജക്ട് എക്സിക്യൂഷൻ പ്ലാൻ. അപ്പൊ നമ്മളൊരു ബിം യൂസ് ചെയ്ത് നമ്മൾ പ്രൊജക്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്ലാനിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കാൻ എന്തൊക്കെയാണ്. When complete, the BIM plan should address the following categories of information. അത് ഇത്രയും ഇൻഫർമേഷൻ നമ്മളുടെ ബിം ചെയ്ത ഒരു ബിൽഡിങ്ങിനകത്ത് വേണം. എന്തൊക്കെയാന്ന് നോക്കാം. BIM project execution plan overview information. എന്താണെന്ന് വെച്ചാൽ document the reason for creating the project execution plan. ഫോർ എക്സാമ്പിൾ എന്താണ് റീസൺ? നമുക്കിപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം. അതിനകത്ത് ഓവർവ്യൂ ഇൻഫർമേഷൻ എന്താണ് ആഡ് ചെയ്യേണ്ടത്? എന്ത് ബിൽഡിംഗ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്, എന്താണ് അതിന്റെ റീസൺ എന്നാണ് നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പ്രൊജക്ട് ഇൻഫർമേഷൻ. The plan should include critical project information such as project numbers, project location, project description and critical schedule dates for future reference. അതായത് നമ്മളുടെ എക്സിക്യൂഷൻ പ്ലാനിനകത്ത് കാണിച്ചിരിക്കേണ്ട എന്തൊക്കെയാണ്? പ്രൊജക്ടിന്റെ ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അതായത് പ്രൊജക്ട് നമ്പേഴ്സ്, പ്രൊജക്ടിന്റെ ലൊക്കേഷൻ എവിടെയാണ്, പ്രൊജക്ട് ഡിസ്ക്രിപ്ഷൻ, പ്രൊജക്ടിന്റെ എന്തിനാണ് നമ്മൾ പ്രൊജക്ട് എന്ത് വർക്കാണ് ചെയ്യുന്നതിന്റെ ഡിസ്ക്രിപ്ഷൻ, പിന്നെ അതിന്റെ ഷെഡ്യൂൾ, ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി നമ്മൾ സ്റ്റോർ ചെയ്തേക്കണം. ഇതൊക്കെയാണ് എന്തിന് വരേണ്ടത്? ബിം പ്രൊജക്ട് എക്സിക്യൂഷൻ പ്ലാൻ വരേണ്ടത്. പിന്നെ വരേണ്ടത് കീ പ്രൊജക്ട് കോണ്ടാക്ട്സ്. അപ്പൊ നമുക്ക് കീ പേഴ്സൺസ് ഉണ്ടാവും. ആസ് പെർ ദ റെഫറൻസ് ഇൻഫർമേഷൻ, ബിം പ്ലാൻ ഷുഡ് ഇൻക്ലൂഡ് കോണ്ടാക്ട് ഇൻഫർമേഷൻ ഫോർ കീ പ്രൊജക്ട് പേഴ്സണൽ. അതായത് നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടതെന്ന്, ഏത് ടീമിനെയാണ് നമ്മൾ റിലേ ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറയണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്, ഡ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓട്ടോകാഡ് ഡ്രോയിങ്സ് ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ അവിടുത്തെ ഡ്രാഫ്റ്റിംഗ് ടീമുമായിട്ട് ബന്ധപ്പെടണം. ഇപ്പം അതിന്റെ സൈറ്റ് എക്സിക്യൂഷൻ ആണെങ്കിൽ അതിന്റെ സൈറ്റ് ടീമുമായിട്ട് ബന്ധപ്പെടണം. അങ്ങനെ ഇപ്പം അതിന്റെ പ്ലാനിങ് ടീം ആണെങ്കിൽ അതുപോലെ പ്ലാനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്ലാനിങ് ടീം, അങ്ങനെ ഓരോ ടീമിനെയും ആരൊക്കെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പൊ എവിടെയാണ് ഒരു ഫ്യൂച്ചർ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ആരെയാണ് കോൺടാക്ട് ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കീ പ്രൊജക്ട് കോൺടാക്ട്സ് പറഞ്ഞ് നമ്മൾ വെക്കുന്നത്. നെക്സ്റ്റ് പറഞ്ഞാൽ പ്രൊജക്ട് ഗോൾസ് ഓർ ബിം ഒബ്ജക്റ്റീവ്. This section should document the strategic value and specific uses for BIM on the project as defined by the project team in the initial step of the planning procedure. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സെക്ഷൻ ഷുഡ് ഡോക്യുമെന്റ് ദ സ്ട്രാറ്റജിക് വാല്യൂ ആൻഡ് സ്പെസിഫൈ. അതായത് നമ്മളുടെ എന്തൊക്കെയാണ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്, അത് നമ്മൾ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലായിടത്തും കാണിക്കുന്നതാണ് എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന്. അപ്പോൾ ബിമ്മിന്റെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? അതിന്റെ 2-3 ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ അതിന്റെ 3D മോഡൽ ഉണ്ടാക്കുന്നു, അതിന്റെ ഓരോ എലമെന്റും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു, ഓരോ ഷെഡ്യൂൾ അനുസരിച്ച് എങ്ങനെയാണ് ഇതിന്റെ വർക്ക് പ്രോഗ്രസ് ചെയ്യുന്നത് നമ്മൾ മാർക്ക് ചെയ്യുന്നു, അതിനനുസരിച്ച് ഓരോ ഷെഡ്യൂളിനും വേണ്ടി സെപ്പറേറ്റ് മോഡൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, അതായിട്ട് കമ്പയർ ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മൾ ബിമ്മിന്റെ മോഡൽസ്. ഇനി നമ്മൾ നോക്കാനുള്ളത് ഓർഗനൈസേഷണൽ റോൾസ് ആൻഡ് സ്റ്റാഫിംഗ്. സോ വൺ ഓഫ് ദ പ്രൈമറി ടാസ്ക് ഇസ് ടു ഡിഫൈൻ ദി coordinators of the BIM planning and execution process throughout the various stages of the project. അപ്പം നമ്മൾ ഈ ബിം പ്രൊജക്ട് എക്സിക്യൂഷൻ പ്ലാനിനകത്ത് പ്രത്യേകം പറയേണ്ട ഓർഗനൈസേഷൻ റോൾ ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു കോളേജ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഓർഗനൈസേഷൻ റോൾ എങ്ങനെയാണ് വരിക? അത് മാനേജ്മെന്റ് വരും, പിന്നെ പ്രിൻസിപ്പൽ, പിന്നെ HOD, പിന്നെ വേറെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്, അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്, പിന്നെ അതിന്റെ താഴെ ഓരോ ഫാക്കൽറ്റി, പിന്നെ ക്ലാസ് സ്റ്റുഡൻസ്, അങ്ങനെയൊക്കെയാണ് വരിക. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മൾ ഓർഗനൈസേഷണൽ ചാർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ആ ഏത് സ്റ്റാഫ് ആരുടെ കീഴിലാണ് വരുന്നത് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ബിമ്മിൽ പറയും. ഓരോരുത്തരും ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഈ ബിം എക്സിക്യൂഷൻ പ്ലാനിനകത്ത് പറയും. This is particularly important when identifying the organizations who will initiate the development of BIM plan as well as the required staff to successfully implement the plan. ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഏറ്റെടുക്കേണ്ടത് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ നെക്സ്റ്റ് വേണ്ട ഡീറ്റെയിൽ ബിം പ്രോസസ് ഡിസൈൻ.
This section should clearly illustrate the execution process through the use of process maps, which are developed in the second step of the planning procedure. അപ്പം ഓരോന്നിന്റെ പ്രോസസ് ഡിസൈനിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ബീം പ്രോസസ് ഡിസൈൻ ഓരോ പ്രോസസ്സിലും ഫോളോ ചെയ്യേണ്ട ഡിസൈനിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞാൽ ബീം ഇൻഫർമേഷൻ എക്സ്ചേഞ്ചസ്. The model elements and the level of detail required to implement the each beam you should be clearly defined information. അതായത് ഓരോ മോഡൽ എലമെന്റിലും എന്ത് തരം ഡീറ്റെയിൽ ആണ് ഓരോ എലമെന്റിനും കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു RCC സ്ലാബാണ് നമ്മൾ ഡീറ്റെയിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സ്ലാബിന്റെ റീഇൻഫോഴ്സ്മെന്റ് എങ്ങനെയാണ്, തിക്നെസ് എന്താണ്, ഏത് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ. അപ്പൊ നമ്മൾ സ്റ്റീലിന്റെ ബീം എന്തെങ്കിലും നമ്മൾ മോഡൽ ചെയ്യുന്നതെങ്കിൽ എന്താണ്, ഏത് സെക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്, ഏത് ഗ്രേഡ് ഓഫ് സ്റ്റീൽ ആണ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ അതൊക്കെ നമ്മൾ പ്രൊജക്ട് ബീം എക്സിക്യൂഷൻ പ്ലാനിന് വരുന്നത്. പിന്നുള്ളത് എന്താണ്, BIM and facility data requirements. The owner's requirements for BIM must be documented and understood. അതായത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓണർക്ക് നമ്മൾ BIM ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡൽ ചെയ്ത് കൊടുക്കുന്നത് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ള. പിന്നെ വരുന്നത് കൊളാബറേഷൻ പ്രൊസീജിയേഴ്സ്, എങ്ങനെയൊക്കെ കൊളാബറേറ്റ് ചെയ്യാം പല ടീമുകളും തമ്മിൽ എന്ന രീതിയിൽ. The team should develop their electronic and collaboration activity procedures. This includes the definition of model management procedures as well as typical meeting schedules and agendas. അപ്പോൾ പല ടീമുകളും നമ്മൾ എങ്ങനെ കൊളാബറേറ്റ് ചെയ്യാം, എപ്പോഴൊക്കെ മീറ്റിംഗ് വെക്കണം, ഷെഡ്യൂൾ ചെയ്യണം, എന്തൊക്കെ കാര്യത്തിൽ നിങ്ങൾ കൊളാബറേഷൻ ആവശ്യമുണ്ടെന്നും അതിനനുസരിച്ച് ഈ ഫയലിന്റെ ഏതൊക്കെ പാർട്ട് മറ്റുള്ളവർക്ക് അക്സസിബിൾ ആയിരിക്കണം. അപ്പൊ ചില ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഒന്നും എല്ലാ സ്റ്റാഫിനും അക്സസിബിൾ ആയിരിക്കില്ല. അപ്പം ചില സ്റ്റാഫ്സിന് മാത്രമേ ഒരു ഫയലിലെ ഒരു പോർഷൻ ഒക്കെ അക്സസിബിൾ ആവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വല്ല പ്രൊജക്റ്റ് ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും സ്റ്റാഫിന് അത് അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ ഏതൊക്കെ സ്റ്റാഫിന് എന്തൊക്കെ അവൈലബിൾ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം. പിന്നെ മോഡൽ ക്വാളിറ്റി കൺട്രോൾ പ്രൊസീജിയർ, എ പ്രൊസീജിയർ ഫോർ എൻഷുറിംഗ് that the project participants meet the defined requirements should be developed and monitored through the project. അതായത് നമ്മൾക്കൊരു ഡിഫൈൻഡ് ക്വാളിറ്റി വേണം നമ്മളുടെ ഈ പ്രൊജക്ട്. അപ്പൊ ആ ക്വാളിറ്റി നമ്മൾ എന്ത് ചെയ്യണം, മീറ്റ് ചെയ്യണം എന്നുള്ളതിന്റെ സ്റ്റാൻഡേർഡ് ചെയ്യണം. ഇത് എല്ലാ സ്ഥലത്തുള്ളതാണ്. QA/QC എന്നാണ് ഇതിന് പറയാ. ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ എന്നാണ് പറയാം. അപ്പം ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ചുള്ള ക്വാളിറ്റിയിലാണ് നമ്മളുടെ ഡെലിവറി നടക്കുന്നത്, നമ്മളുടെ സാധനം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നൊക്കെ ഉറപ്പുവരുത്തലാണ് ഈ ടീമിന്റെ ചുമതല. പിന്നെ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ നീഡ്സ്, ഇത് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ എന്തൊക്കെ വേണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഏത് സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യേണ്ടത്, ഏത് എത്ര എന്ത് പ്രൊസസ്സർ ഉള്ള കമ്പ്യൂട്ടേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ നീഡ്സ് ഒക്കെ പറയുന്നത്. പിന്നെ മോഡൽ സ്ട്രക്ചർ, ദ ടീം ഷുഡ് ഡിസ്കസ് ആൻഡ് ഡോക്യുമെന്റ് items such as model structure, file naming, structure, coordinate system, modeling standards. അപ്പോൾ ഓരോന്നിന്റെയും നമ്മൾ ഓരോ ഫയലുകൾക്ക് കൊടുക്കുന്ന നെയിമുകൾ, അതേപോലെ എന്ത് കോർഡിനേറ്റ് സിസ്റ്റം ആണ് യൂസ് ചെയ്യേണ്ടത്, ഓരോന്നിന്റെ മോഡലിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യണം. പിന്നെയുള്ള പ്രൊജക്ട് ഡെലിവറബിൾസ്, ദ ടീം ഷുഡ് ഡോക്യുമെന്റ് ഡെലിവറബിൾസ് റിക്വയർഡ് ബൈ ദ ഓണർ. അതായത് എന്തൊക്കെ ആണ് നമ്മൾ ഓണർക്ക് നമ്മൾ ഡെലിവർ ചെയ്ത് കൊടുക്കുന്നത് പ്ലാന്റ് എക്സിക്യൂഷന്റെ ലാസ്റ്റ് എന്ന് നമ്മൾ തീരുമാനിക്കണം. Delivery strategy contracts. This section should define delivery strategy which will be used by strategy which will impact implementation, will also impact the language which should be incorporated into the contracts to ensure successful BIM implementation. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. നമ്മളുടെ എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് നമ്മളുടെ ബിൽഡിംഗ് പ്രൊജക്ട് എക്സിക്യൂഷൻ പ്ലാൻ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ള. എന്താണെന്ന് വെച്ചാൽ BIM പ്രൊജക്ട് എക്സിക്യൂഷൻ പ്ലാൻ ഓവർവ്യൂ ഇൻഫർമേഷൻ, പിന്നെ പ്രൊജക്ടിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, പിന്നെ കീ കോണ്ടാക്ടുകളുടെ ഡീറ്റെയിൽസ്, പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്, പിന്നെ എങ്ങനെയാണ് ഓരോരുത്തരുടെ റോള്, പിന്നെ എന്ത് പ്രോസസ് ആണ് നമ്മൾ ഡിസൈനിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ ഇൻഫർമേഷൻസ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയും, എന്തൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ പബ്ലിക് ആക്കണം, എല്ലാം പ്രൈവറ്റ് ആക്കണം എന്നുള്ള. BIM ആൻഡ് ഫെസിലിറ്റി ഡാറ്റ റിക്വയർമെന്റ്സ്, എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് ഓണറിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. നെക്സ്റ്റ് പിന്നെ കൊളാബറേഷൻ പ്രൊസീജിയേഴ്സ്, ഏതൊക്കെ കൊളാബറേഷൻ ആണ് ആവശ്യമുള്ള അങ്ങനെ കാര്യങ്ങൾ. പിന്നെ മോഡൽ ക്വാളിറ്റി കൺട്രോൾ പ്രൊസീജിയർ, ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ നീഡ്സ്, മോഡൽ സ്ട്രക്ചർ, പ്രൊജക്ട് ഡെലിവറബിൾസ്, ഡെലിവറി സ്ട്രാറ്റജി, കോൺട്രാക്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ BIM എക്സിക്യൂഷൻ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. പിന്നെ ഇതൊക്കെയാണ് നമ്മളുടെ പ്ലാനിങ് സ്റ്റേജ്.
ഉപയോഗിച്ച് നമ്മളൊരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് നമ്മൾ ബിൽഡിംഗ് ഉദ്ദേശിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ BIM planning ചെയ്യേണ്ടത്. But to develop the BIM plan, a planning team should be assembled in the early stages of a project. This team should consist of representatives from all the primary project team members, including owner, designer, contract, engineer. അതായത് നമ്മളൊരു BIM plan നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിനകത്ത് പ്രൈമറി പ്രൊജക്ട് ടീം മെമ്പേഴ്സ് എല്ലാ ഭാഗത്തുനിന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് ആണ്. ആരുടെ ഭാഗത്തുനിന്നാണോ, ഓണറുടെ ഭാഗത്തുനിന്നാണോ, ഡിസൈനേഴ്സിന്റെ ഭാഗത്തുനിന്നാണോ, കോൺട്രാക്ടേഴ്സിന്റെ ഭാഗത്തുനിന്നാണോ, എഞ്ചിനീയേഴ്സിന്റെ ഭാഗത്തുനിന്നാണോ, അങ്ങനെയുള്ള ഒരു ടീം ഉണ്ടാക്കാൻ. So it is very important for the owner as well as all the primary team members to fully support the planning process. അതായത് നമ്മൾ ഓരോ ടീമിൽ നിന്നും ആൾക്കാർ ഉണ്ടായിട്ട് എന്തൊക്കെയാണ് അതിന്റെ സജഷൻസ് എന്നും എങ്ങനെയാണ് അതിന്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. For the initial goal setting meetings, key decision makers should be represented from each of the organizations so that overall goals and vision for implementation on the project are clearly defined for further planning initiatives. അപ്പോൾ എന്താ ഇനീഷ്യൽ മീറ്റിംഗിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കീ ഡിസിഷൻ മേക്കേഴ്സ് ആണ് വേണ്ടത്. അതായത് കമ്പനിയുടെ ഏറ്റവും ഹയർ അതോറിറ്റീസ് അങ്ങനത്തെ ആളുകളൊക്കെയാണ് നമ്മുടെ ഈ മീറ്റിംഗിന് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. Once this initial goal setting is complete, then the detailed implementation process and information exchanges can be developed and implemented by the lead BIM coordinators. ഈ BIM coordinators എന്ന് പറഞ്ഞാൽ ആരെന്ന് വെച്ചാൽ ഇവരാണ് ശരിക്കും നമ്മളിപ്പോൾ ഒരു ഫുൾ ബിൽഡിംഗ് ഒരു ഫുൾ സ്ട്രക്ചർ ഒന്നും നമ്മൾ ഒരാൾ ഒറ്റയ്ക്ക് മോഡൽ ചെയ്തെടുക്കില്ല. അപ്പോൾ ഓരോ പാർട്ടുകളായിരിക്കും ചെയ്യുക. അപ്പോൾ ഈ BIM കോർഡിനേറ്റർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ എല്ലാ പാർട്ടുകളും ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് അത് പരസ്പരം സ്യൂട്ട് ആവുന്നുണ്ടോ ചെക്ക് ചെയ്യലാണ് ശരിക്കും BIM കോർഡിനേറ്ററുടെ ചുമതല. അപ്പൊ എല്ലാ BIM യൂസ് ചെയ്യുന്ന കമ്പനീസിലും ആരുണ്ടാവും, ഒരു BIM കോർഡിനേറ്റർ എന്ന് പറഞ്ഞ ആളുണ്ടാവും. ആ BIM കോർഡിനേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ത് ചെയ്യുക, ഓരോ പാർട്ടായിട്ട് നമ്മൾ മോഡൽ ചെയ്ത കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഒരേപോലെ സിങ്ക് ആവുന്നുണ്ടോ നോക്കുന്നത്. അപ്പോൾ ഓരോ പാർട്ടികൾക്കും വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ട് കാര്യങ്ങൾ ഒക്കെ ചെയ്യും. This lead party for coordinating and compiling the BIM plan should be clearly identified. This role may be very based on the project delivery method, the timing of the BIM plan development and the expertise of the participants. അതായത് ഈ കോർഡിനേറ്ററുടെ ചുമതലയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ വളരെ സീനിയർ പൊസിഷനാണ് ഈ BIM ടീമിലെ. അപ്പൊ ഈ BIM കോർഡിനേറ്റർ ആയിട്ടായിരിക്കും എല്ലാവരും ഡയറക്റ്റ് ബന്ധപ്പെടുക. So parties who may lead this planning initiative could include the owner, architect, program manager or construction manager. അപ്പൊ ആരാണ് ലീഡ് ചെയ്യുന്നത്, അവർക്ക് ആരൊക്കെ വേണമെങ്കിൽ നമ്മുടെ ടീമിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഓണറുടെ ഭാഗത്തൊരു ടീം ഉണ്ടാവും, ആർക്കിടെക്ടിന്റെ ഭാഗത്തൊരു ടീം ഉണ്ടാവും, നമ്മളുടെ കൺസ്ട്രക്ഷൻ മാനേജർ ഉണ്ടാവും. അങ്ങനെ പല ടീമുകളിൽ നിന്ന് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിത് ഡെലിവർ ചെയ്യുന്നത്. For some projects it may be beneficial to have an initial party start the planning. Example, the owner may begin the planning prior to contracting with additional parties for the services, and then the BIM plan may be transitioned and completed by another party. അതായത് സംഭവിക്കുന്നത് വെച്ചാൽ ചില പ്രൊജക്റ്റുകളിൽ ഒരു ഇനീഷ്യൽ പാർട്ടി ആയിരിക്കും നമ്മളുടെ BIM മോഡലിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ പ്ലാനിങ് ഒക്കെ നടത്തുക. എന്നിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യും. അപ്പം ട്രാൻസ്ഫർ ചെയ്യുമ്പം ഇവർ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ നടക്കണം. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ സ്വന്തമായിട്ടൊരു BIM ടീം ഉണ്ടാവില്ല. അപ്പൊ ഇവരൊരു BIM കൺസൾട്ടൻസിനെ പുറത്തുനിന്ന് വെക്കും. അപ്പൊ അവരിന്റെ സ്റ്റാർട്ടിങ് എല്ലാം കൊടുത്ത ശേഷം ഇവര് എന്ത് ചെയ്യും, ഈ കമ്പനിക്കകത്തുള്ള BIM ടീമിനെ ഇവർ ഈ പ്രൊജക്റ്റിലേക്ക് ട്രെയിൻ ചെയ്യിച്ച് ഇവര് കംപ്ലീറ്റ് BIM പ്രൊജക്ട് ഈ നമ്മളുടെ ഈ കൺസ്ട്രക്ഷൻ കോൺട്രാക്ടേഴ്സിന്റെ കയ്യിലേക്ക് മാറ്റും. അപ്പൊ ഇതൊരു സെപ്പറേറ്റ് കൺസൾട്ടൻസി പോലെ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ്. കാര്യം അവർക്കാണ് അതിന്റെ ഇനീഷ്യൽ ഒരു എക്സ്പീരിയൻസ്, കാരണം കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആളുകൾ ഇനീഷ്യൽ പ്ലാനിങ് ഒക്കെ നടത്തി പ്രൊജക്ട് ഒരുവിധം സെറ്റായി എന്ന് മനസ്സിലായ ശേഷം ആണ് ഇത് കോൺട്രാക്ടേഴ്സിന്റെ കീഴിലുള്ള BIM മോഡലിസ്റ്റിന് കൊടുക്കുക. അപ്പൊ അവര് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. In some circumstances, it may be beneficial to contract with a third party to facilitate the planning procedure. If the team is inexperienced or the team finds it beneficial to have a facilitator for the planning activities. ഇതാണ് നേരത്തെ പറഞ്ഞത്, നമുക്കൊരു തേർഡ് പാർട്ടീനെ നമ്മൾ പലപ്പോഴും സമീപിക്കാറുണ്ട്. അതായത് BIM മാത്രം ചെയ്യുന്ന BIM മോഡലിംഗ് മാത്രം ചെയ്യുന്ന പല പാർട്ടീസും ഉണ്ട്. അപ്പൊ അവരെയൊക്കെ നമ്മൾ എന്തിന് സഹായത്തിന് വേണ്ടിയിട്ട് നമുക്ക് വിളിക്കാം. അപ്പൊ അതാണ് ഈ പറയുന്ന കാര്യങ്ങൾ. ഇനി എന്താ വെച്ചാൽ വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് BIM എന്ന് പറഞ്ഞാൽ, അപ്പൊ എന്ത് പ്രോസസ്സാണ് നമ്മൾ BIM-ൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് കാര്യങ്ങൾ. അപ്പം ദ പ്രോസസ് ഓഫ് BIM സപ്പോർട്ട്സ് ദ ക്രിയേഷൻ ഓഫ് ഇന്റലിജന്റ് ഡാറ്റ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ത്രൂ ഔട്ട് ദി ലൈഫ് സൈക്കിൾ
ഓഫ് എ ബിൽഡിംഗ് ഓർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്. അതായത് ബിം പ്രോസസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്കൊരു ഡാറ്റ ഉണ്ടാക്കും. ആ ഡാറ്റ തന്നെയാണ് എന്ത് ചെയ്യുക, നമ്മളുടെ പ്രൊജക്ടിന്റെ ത്രൂ ഔട്ട് ആയിട്ടുള്ള ലൈഫ് സൈക്കിളിന് ആ സെയിം ഡാറ്റ തന്നെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ആ ക്രിയേഷനാണ് നമുക്ക് പ്രോസസ് ഓഫ് ബിം എന്ന് പറയുന്നത്. Building information modeling. The process of building information modeling supports the creation of intelligent data that can be used throughout the life cycle of a building or infrastructure project. അപ്പോൾ എന്തൊക്കെയാന്ന് നോക്കാം. നമ്മളുടെ ഫസ്റ്റ് പ്രോസസ് ആണ് പ്ലാൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫോം പ്രൊജക്ട് പ്ലാനിംഗ് ബൈ കമ്പൈനിങ് റിയാലിറ്റി ക്യാപ്ചർ ആൻഡ് റിയൽ വേൾഡ് ഡാറ്റ ടു ജനറേറ്റ് കോണ്ടെക്സ്റ്റ് മോഡൽസ് ഓഫ് ദ എക്സിസ്റ്റിംഗ് ബിൽഡ് ആൻഡ് നാച്ചുറൽ എൻവയോൺമെന്റ്. അതായത് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ റിയൽ വേൾഡ് ഡാറ്റ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. അതായത് ഒരു സ്ട്രക്ചറിന്റെ അടുത്ത് ഒരു റിവർ ഉണ്ട്, റോഡ് ഉണ്ട്, അപ്പൊ അത് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മോഡലിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. എന്നാലും നമുക്ക് അതിന്റെ ഫുൾ എഫിഷ്യൻസി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. അതിനനുസരിച്ച് പ്ലാനിങ് നടത്താനും ഇപ്പം പലപ്പോഴും സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ ക്രെയിനൊക്കെ നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബൗണ്ടറിനോട് ചേർന്നാണ് നമ്മൾ ക്രെയിൻ ഒക്കെ കൊടുക്കുന്നതെങ്കിൽ ഇതിന്റെ സ്വിങ് വരുമ്പോൾ ഈ പ്രോപ്പർട്ടിന്റെ പുറത്തേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതിനനുസരിച്ചുള്ള അതോറിറ്റീസിന്റെ അതിനുള്ള പെർമിഷൻ വാങ്ങണം, അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളുടെ തൊട്ടടുത്ത് കിടക്കുന്ന റിയൽ വേൾഡ് ഡാറ്റസ് നമ്മൾ ഈ ബിം മോഡലിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ സ്കിപ്പായി പോകാൻ സാധ്യതയുണ്ട് ഈ ഇൻഫർമേഷനൊക്കെ. ഒരുപക്ഷെ നമുക്കൊരു അത്യാവശ്യം ആവശ്യമുള്ള സമയത്തായിരിക്കും എന്താ പറയാ അതോറിറ്റീസ് എന്തെങ്കിലും നോട്ടീസ് ആയിട്ട് വരിക, അതായത് ഇൻഫർമേഷൻ തന്നിട്ടില്ലായിരുന്നു, ഇങ്ങനെ മൂവ്മെന്റ് നടക്കുന്നുണ്ട്, ക്രെയിൻ മൂവ്മെന്റ് നടക്കുന്നുണ്ട്, അതിന് ഇൻഫർമേഷൻ നേരത്തെ പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് നേരത്തെ മുൻകൂട്ടി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചുറ്റുമുള്ള എല്ലാ റിയൽ വേൾഡ് കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ അതാണ് പ്ലാനിങ്ങിലൊക്കെ വരുന്നത്. അപ്പം ഇവിടെ കാണിക്കുന്ന ഫിഗർ കണ്ടില്ലേ, എന്തൊക്കെ ചുറ്റുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. നോക്ക്, ഇതൊരു ബിൽഡിംഗ് ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിനകത്ത് പറയുന്നത്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ബിൽഡിംഗ്, നമ്മുടെ സ്ട്രക്ചർ, ചുറ്റുമുള്ള എൻവയോൺമെന്റ് ഒക്കെ നമ്മൾ ഈ ബിമ്മിനകത്തേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതിന് സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വരും, ഡിസൈൻ വരും. During this phase, the conceptual design, analysis, detailing and documentation are performed. The pre-construction process begins using BIM data to inform schedules and logistics. അതായത് ഈ സ്റ്റേജിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസൈനിങ്. അതായത് ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചറിന് തന്നിരിക്കുന്ന ഫോഴ്സ് എടുക്കാൻ കഴിയുമോ, ലോഡ് എടുക്കാൻ കഴിയുമോ, അങ്ങനത്തെ കാര്യങ്ങൾ, എല്ലാ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നതും, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം അതൊക്കെ മാറ്റുന്നതും, പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നതും, ലോജിസ്റ്റിക്സിന്റെ കാര്യം. ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഗുഡ്സ് മൂവ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്യുന്നതൊക്കെ സെക്കൻഡ് ഫേസിലാണ്, ഡിസൈൻ എന്ന് പറഞ്ഞ ഫേസിലാണ്. അപ്പൊ കുറച്ചും കൂടി അത് ഇലാബറേറ്റ് ആയിട്ട് വരാൻ തുടങ്ങി, കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് അതിനകത്ത് വരാൻ തുടങ്ങി. നമ്മളെ എൻവയോൺമെന്റിനെ അധികം നമ്മൾ യൂസ് ചെയ്യാണ്ട് ഈ നമ്മളുടെ പ്രൊജക്റ്റിലേക്ക് നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇവിടെ കണ്ടില്ലേ, നമ്മളുടെ പ്രൊജക്ടിന്റെ ഡീറ്റെയിൽ അത്ര ഇൻക്ലൂഡഡ് അല്ല, പക്ഷെ ഫസ്റ്റ് ഫേസ് പ്ലാനിങ്ങിൽ മൊത്തത്തിൽ എൻവയോൺമെന്റ് എല്ലാം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. സെക്കൻഡ് ഫേസിൽ എത്തുമ്പോൾ എന്താണ്, അതേ എൻവയോൺമെന്റ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. തേർഡ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുക, ബിൽഡ് എന്നാണ്. അപ്പൊ കുറച്ചും കൂടി എല്ലാം രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് തുടങ്ങി. During this phase, fabrication begins using BIM specification. Project construction logistics are shared with trades and contractors to ensure optimum timing and efficiency. അപ്പൊ നമ്മൾ ഫാബ്രിക്കേഷൻ തുടങ്ങാം, ബിം സ്പെസിഫിക്കേഷൻ വെച്ചിട്ടുള്ള ഫാബ്രിക്കേഷൻ എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പ്രോജക്ട് എക്സിക്യൂഷൻ തുടങ്ങി. അപ്പൊ അതനുസരിച്ച് ഇതിനകത്തെല്ലാം വരുന്ന മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടാവും, ഈ സ്റ്റേജിൽ നിന്ന് ഇത് എങ്ങോട്ടേക്ക് മാറി എന്നുള്ളത്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമ്മൾ സമീപിക്കാൻ തുടങ്ങി. അതാണ് ബിൽഡ് എന്ന് പറഞ്ഞത്. പിന്നെ നെക്സ്റ്റ് സ്റ്റേജിന് ഓപ്പറേറ്റ് എന്ന് പറഞ്ഞത്. ആ ഓപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ BIM data carries over to operations and maintenance of finished asset. അപ്പൊ ഇത് ഫുൾ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത ഒരു പ്രൊജക്ട് ആണ്. പക്ഷെ ഇതിൽ പോലും പലപ്പോഴും പല ഓപ്പറേഷൻസ് ഒക്കെ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പണ്ട് യൂസ് ചെയ്ത BIM മോഡലിംഗിന്റെ ഇൻഫർമേഷനും മറ്റു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ BIM ഡാറ്റ ക്യാൻ ബി യൂസ് ഡൗൺ ദ റോഡ് ഫോർ എഫക്റ്റീവ് കോസ്റ്റ് റിനോവേഷൻ ഓർ എഫിഷ്യന്റ് ഡീകൺസ്ട്രക്ഷൻ ടു. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ, അപ്പൊ നമ്മൾ മെയിൻ്റനൻസിന്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ പഴയ BIM ഡാറ്റ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ BIM പ്രോസസ്സിനകത്ത് വരുന്നത്. എന്താ വെച്ചാൽ ഫസ്റ്റ് പ്ലാൻ, പിന്നെ സെക്കൻഡ് ഡിസൈൻ, പിന്നെ തേർഡ് ബിൽഡ്, ഫോർത്ത് ഓപ്പറേറ്റ്. ഇത്രയും കാര്യങ്ങളായിരുന്നു. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങളെന്ന് പറഞ്ഞു ഞാൻ കുറച്ച് സ്പീഡിലാണ് പോകുന്നത്, ടോപ്പിക്ക് തീർക്കണമെന്നുണ്ട്. പിന്നെ ഇന്നത്തെ പീരീഡ് ഞാൻ കുറച്ച് നേരത്തെ അവസാനിപ്പിക്കും. സോ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് COBI സ്റ്റാൻഡേർഡ്. അത് നമ്മൾ ഇതിന്റെ ഒരു ബേസിക് കാര്യം നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് COBI എന്ന് പറഞ്ഞാൽ? ഇത് ഈ മൊഡ്യൂൾ നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും.
ഫോർത്ത് മൊഡ്യൂളിൽ. അപ്പോൾ എന്താണ് COBI സ്റ്റാൻഡേർഡ് എന്നും അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ മൊഡ്യൂളിൽ പഠിക്കാം. അപ്പോൾ COBI ഓർ കൺസ്ട്രക്ഷൻ ഓപ്പറേഷൻസ് മോഡലിംഗ് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച്, അതാണ് COBIന്റെ ഫുൾ ഫോം. ഇത് എ മോഡേൺ ഡാറ്റ format that is used to streamline the handover process to the operators or owners of the building. അതായത് നമ്മളതൊരു നമ്മളുടെ ഹാൻഡ് ഓവർ പ്രോസസ്സിനെ ഒരു പ്രോപ്പർ സ്റ്റാൻഡേർഡ് വേയിലേക്ക് എത്തിക്കുക എന്ന രീതിയിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ COBI സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ COBI സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തോ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത പ്രൊജക്ട് മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അത് കഴിഞ്ഞിട്ട് അത് ഉറപ്പുവരുത്തി കഴിഞ്ഞ് നമ്മൾ ഉറപ്പുവരുത്തി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുടെ ഓണേഴ്സിന് ഇത് കൈമാറി കഴിഞ്ഞാൽ നമുക്ക് സേഫായി, നമ്മൾ ലീഗൽ ആക്ഷൻ സേഫായി, കാരണം നമ്മൾ സ്റ്റാൻഡേർഡ് ഫോളോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ COBIന്റെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ COBI അപ്പൊ ഇങ്ങനെ സ്റ്റാൻഡേർഡാണ് നമ്മൾ ഇന്റർനാഷണലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ COBI എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. COBI വാസ് ഇനീഷ്യലി ഡെവലപ്ഡ് ഇൻ ദ US അണ്ടർ എ ഗ്രാന്റ് ബൈ ദ നാഷണൽ എയറോനോട്ടിക്കൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് NASA ആൻഡ് വൈറ്റ് ഹൗസ് ഓഫീസ് ആൻഡ് സയൻസ് ടെക്നോളജി പോളിസി. 2005 US ബേസ്ഡ് ആയിട്ടാണ് ഇങ്ങനെ ഒരു COBI സ്റ്റാൻഡേർഡ് ഫോം ചെയ്യുന്നത്. അത് നാസയും വൈറ്റ് ഹൗസ് ഓഫീസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി ചേർന്നിട്ടാണ് 2005 ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത് ലെഡ് ബൈ എഞ്ചിനീയർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ ആൻഡ് കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് റിസർച്ച് ലബോറട്ടറി ഇൻ US ആർമിയുടെ ഒരു എഞ്ചിനീയർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്ററും കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് ലബോറട്ടറിയും ചേർന്നിട്ടാണ് COBIന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയത്. COBI ഹാസ് ട്രാൻസ്ഫോംഡ് from an idea to internationally recognized standard for information exchange during the construction operation tower. അതായത് ഈ രണ്ട് ടീമുകൾ എന്തൊക്കെയാണ്, എഞ്ചിനീയർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്ററും കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് റിസർച്ച് ലബോറട്ടറി US ആർമിയുടെ എഞ്ചിനീയറിംഗ് ലാബിലുള്ള രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ ഈ രണ്ട് ടീമുകൾ ചേർന്നിട്ടാണ് ഈ COBI എന്ന ഒരു ഐഡിയ എന്ത് ചെയ്ത് ഇന്റർനാഷണൽ റെക്കഗ്നൈസ്ഡ് സ്റ്റാൻഡേർഡ് ആക്കി മാറ്റുന്നത്. അപ്പം ഇത് US മാത്രമല്ല, in the UK too, COBI became the part of data requirements enlisted in the BIM working party strategy published in 2011. അതൊക്കെ USA എന്ന് അത് മറ്റു രാജ്യങ്ങളിലേക്ക്, ഫസ്റ്റ് അത് പോയത് UK ലേക്കാണ്. പിന്നെ 2019 UK ഒരു അനക്സ് തന്നെ വന്നു ഇതിനെക്കുറിച്ച്. ISO 19650 made it COBI format structure mandatory നോൺ ജോമെട്രിക് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ഇൻ ഓപ്പൺ ഡാറ്റ ഫോർമാറ്റ്. അതായത് ഇത് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ളതല്ല, നമുക്ക് എന്ത് ഇൻഫർമേഷൻ എക്സ്ചേഞ്ചിലും COBI സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യണം. ഇത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇന്നത്തെ പറയുന്ന കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് BIM-ന്റെ ഒക്കെ ഇൻഫർമേഷൻ എക്സ്ചേഞ്ചിൽ ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡാണ്. അപ്പം ഇത് പല സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ IT കമ്പനീസും ഈ സ്റ്റാൻഡേർഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. COBI എന്നാണ് ഈ സ്റ്റാൻഡേർഡിന്റെ പേര്. ഇത് എന്ത് ഇൻഫർമേഷൻ ഡാറ്റ എക്സ്ചേഞ്ചിനും ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് റൂൾ. അപ്പൊ ഓരോന്നിനും ഓരോ കോഡ് ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് കോഡ് ഫോളോ ചെയ്തിട്ട് വേണം ഇത് മാറ്റാൻ. അപ്പൊ COBI is essentially an information exchange specification that can be viewed in the form of simple spreadsheet or with sophisticated design, construction and maintenance software. അപ്പൊ ഒന്നില്ലെങ്കിൽ അതൊരു എന്താ വെച്ചാൽ സ്പെസിഫിക്കേഷൻ ആണ് പറയുന്നത്. ആ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പറയും ഇന്ന ഡാറ്റ ഇന്ന ക്വാളിറ്റി ഓഫ് ഡാറ്റ വേണം, ഇന്ന ക്വാളിറ്റി ഓഫ് ഇൻഫർമേഷൻ വേണം, ഈ രീതിയിൽ വേണം ആ ഫയൽ സേവ് ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അത് ഒന്നില്ലെങ്കിൽ അത് സ്പ്രെഡ്ഷീറ്റ് രീതിയിലായിരിക്കും കാണിക്കുന്നത്, അത് ചെറിയ ഡാറ്റകൾക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ നല്ല സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും മാറ്റുന്നത്. അപ്പൊ നമ്മളുടെ COBI ആയിട്ട് ചേർന്ന് പോകുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഓട്ടോഡെസ്കും അതിന്റെ റെവിറ്റ്, CAD അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതൊക്കെ ഇൻഫർമേഷൻ ആണ്. അപ്പൊ അതൊക്കെ ഈ സ്റ്റാൻഡേർഡ് ഫോളോ ആണ് ചെയ്യുന്നത്. This versatility of the specification makes COBI ideal for all kind of project irrespective of the size, scale and complexity. അപ്പം ഇത് ഭയങ്കര വേഴ്സറ്റൈൽ ആണ്. നമുക്കാണെങ്കിൽ ഒരു സ്പ്രെഡ്ഷീറ്റ് എന്ന രീതിയിൽ നമുക്ക് ഇൻഫർമേഷൻ ലഭിക്കും, അല്ലെങ്കിൽ നമുക്കൊരു സോഫ്റ്റ്വെയർ എന്ന രീതിയിൽ ഈ ഇൻഫർമേഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇത് വളരെയധികം ഫ്ലെക്സിബിൾ ആണ് ഈ പ്രൊജക്ട് ഡാറ്റാസ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് COBI. COBI is a specific information set in the form of a simple spreadsheet that offers consistent and structured information about an asset that is useful in post-occupancy facility management decision making. നമ്മളൊരു ഒരുപക്ഷെ സിമ്പിൾ സ്പ്രെഡ്ഷീറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഇൻഫർമേഷൻ ആണ്. അതെന്താണ് ചെയ്യുന്നത്, തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് ആയിട്ട് ഒത്തുചേരുന്നുണ്ടോ എന്നാണ് നമ്മൾ ഈ സ്പെസിഫിക്കേഷൻ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ COBI ഡാറ്റ ഫോർമാറ്റ് ഫെസിലിറ്റേറ്റ്സ് the publication of a subset of a building information model that is specifically focused on delivering asset data which is different from geometric information.
അപ്പോൾ നമുക്കൊരു ഒരു COB എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു സബ്സെറ്റ് ഉണ്ടാക്കും. നമ്മൾ ബിമ്മിനകത്ത് തന്നെ സബ്സെറ്റ് ഉണ്ടാക്കിയിട്ട് ഈ ഡാറ്റ എങ്ങനെയാണ് ജോമെട്രിക് ഇൻഫർമേഷൻ ഇല്ലാതെ തന്നെ മാറ്റുന്നത് എന്നാണ് COBA നോക്കുന്നത്. അപ്പോൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് COBA specification, all the key information that is essential post completion of a project is added in a single format for sharing. This approach is completely different from the conventional one where different AEC എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചറൽ എഞ്ചിനീയേഴ്സ് അങ്ങനെയാണ് പറയുന്നത്. ആർക്കിടെക്ട്സ്, എഞ്ചിനീയേഴ്സ്, കൺസ്ട്രക്ടേഴ്സ് അങ്ങനെ എന്താണ് AEC എന്ന് പറയുന്നത്. AEC പ്രൊഫഷണൽ കൊളാബറേറ്റീവ് ഡോക്യുമെന്റ് എവറിത്തിങ് മാനുവലി അറ്റ് വേരിയസ് പോയിന്റ്സ്. അപ്പോൾ അത് മാനുവൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നതിന് പകരം എന്താ ചെയ്യാന്ന് വെച്ചാൽ എല്ലാ കീ ഇൻഫർമേഷൻ നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ കൈമാറുകയാണ് ചെയ്യുന്നത്. Next, using the COBA specification, professionals can easily update all the documentation throughout the construction phase in real time to be handed over to the client or facility operator. This makes the documentation easier to understand for the end client. അപ്പോൾ എന്താ ഇന്ന് COBA specification വെച്ചിട്ട് എല്ലാ ഡോക്യുമെന്റേഷൻ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് ത്രൂഔട്ട് ദ കൺസ്ട്രക്ഷൻ ഫേസിൽ റിയൽ ടൈം നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാവുന്ന രീതിയിലേക്ക് മാറ്റും. അപ്പോൾ ഇത് എന്താ ചെയ്യുമ്പോൾ നമ്മുടെ ഡോക്യുമെന്റേഷൻ കുറച്ചുകൂടി ഈസിയറും അണ്ടർസ്റ്റാൻഡബിൾ ആക്കും എന്നാണ് പറയുന്നത്. COBA can be termed as a performance-based specification that includes information about equipment as well as spaces. COBA makes it easier for teams to organize data about installed equipment within the space and provide a consolidated manual. ഇത് പെർഫോമൻസ് ബേസ്ഡ് ആണ് സ്പെസിഫിക്കേഷൻ ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ തന്നിരിക്കുന്ന പ്രൊജക്ട് എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ ഒരു IT റിലേറ്റഡ് പ്രൊജക്ട് ആയിക്കോട്ടെ, കൺസ്ട്രക്ഷൻ പ്രൊജക്ട് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് തന്നിരിക്കുന്ന പ്രൊജക്ടിന്റെ പെർഫോമൻസ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഈ COBA സ്റ്റാൻഡേർഡ്സിൽ പറയുന്ന രീതിയിലാണോ എന്നാണ് ചെക്ക് ചെയ്യുന്നതാണ് മെയിൻ കാര്യം. അപ്പൊ COBA makes it easier for teams to organize data about installed equipment within the space and provide a consolidated manual. ഒരു കൺസോൾട്ടേറ്റഡ് മാനുവലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഡാറ്റ ക്യാൻ ബി പുഷ്ഡ് ഇൻടു ആൻ അസറ്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഡയറക്ട്ലി വിതൗട്ട് മച്ച് എഫർട്ട്. അപ്പൊ അസറ്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ BIM ഒരു അസറ്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അതിനകത്തേക്ക് നമുക്ക് ഡാറ്റ ഡയറക്റ്റ് ആയിട്ട് കൈമാറാൻ കഴിയും. കാര്യം എന്താണ്, BIM COBA സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ BIM പ്രോസസ് ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ. ഇതൊരു ടൈം ലൈനിനെ കുറിച്ചാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത്. കുറച്ചും കൂടി സൂം ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പം ആദ്യം എന്താ വെച്ചാൽ ഡിസൈൻ. അത് 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ ആണ് ഇതൊക്കെ അറിയാം. മുകളിൽ ഡിസൈൻ, കൺസ്ട്രക്ഷൻ, പോസ്റ്റ് കൺസ്ട്രക്ഷൻ, ഇത്രയും കാര്യങ്ങളാണുള്ളത് അല്ലേ. ഡിസൈൻ, കൺസ്ട്രക്ഷൻ, പോസ്റ്റ് കൺസ്ട്രക്ഷൻ, അത് നിങ്ങൾക്ക് റെഡിനകത്തായിട്ടുള്ള കാണാൻ പറ്റാത്ത മുകളിൽ എഴുതിയിട്ടുണ്ട്. ഡിസൈൻ, കൺസ്ട്രക്ഷൻ, പോസ്റ്റ് കൺസ്ട്രക്ഷൻ ആണുള്ളത്. ലെഫ്റ്റ് സൈഡിൽ എന്താണ്, ആർക്കിടെക്ചർ ആൻഡ് എഞ്ചിനീയറിംഗ് ടീം, കോൺട്രാക്ടർ, ഓണർ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഇതിനകത്തുള്ളത്. ഇനി നമ്മൾ എൻ്റെ ഫ്ലോ ചാർട്ട് എങ്ങനെയാണ്, എൻ്റെ പ്രോസസ് ടൈം ലൈൻ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ് ചെയ്യുന്നത്, ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ് ടീം ഫസ്റ്റ് ഒരു മോഡൽ ഉണ്ടാക്കും. എന്നിട്ട് ആ COBA ഡെലിവറബിൾ ആണെന്ന രീതിയിലേക്ക് ഫോർമാറ്റ് ചെയ്യും. ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ് ഡിസൈൻ ഉണ്ടാക്കുന്ന കാര്യമാണ് ഫസ്റ്റ്. അവിടെ നിന്ന് പിന്നീട് എങ്ങോട്ടാ പോകുന്നത് നോക്കുക, നേരെ കോൺട്രാക്ടർ അടുത്തേക്കില്ല. കോൺട്രാക്ടർ അടുത്തേക്ക് എന്നിട്ട് അത് ഫസ്റ്റ് ചെല്ലുന്നത് കോർഡിനേഷൻ ക്ലാഷ് ഡിറ്റക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഈ മോഡല് നമ്മൾ ക്ലാഷ് എവിടെയെങ്കിലും വരുന്നുണ്ടോ, ക്ലാഷ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു സ്ട്രക്ചറിന്റെ 2 ഭാഗം ഒരേ സമയം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും ക്ലാഷ് വരുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് ഡിറ്റക്ട് ചെയ്യുന്നത്. എന്നിട്ട് എന്താ ചെയ്യുന്നത് നോക്കാം. ആ ഡോക്യുമെന്റിന് 2 കാര്യം ഉണ്ടാവും. ഡോക്യുമെന്റിന് എന്ത് ചെയ്യും, ബിൽഡ് കൺസ്ട്രക്ഷൻ മോഡൽ, കോൺട്രാക്ടറും കൺസ്ട്രക്ഷൻ ഡാറ്റ ഉണ്ടാവും. അത് നമ്മൾ 3D കോർഡിനേഷനിലേക്ക് മാറ്റിയിട്ട് പിന്നെ എന്താക്കും, ആ ഷോപ്പ് ഡ്രോയിങ്സും ഈ സ്റ്റാൻഡേർഡ്സ് നമ്മൾ സ്പെസിഫൈ ചെയ്യും. ഷോപ്പ് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സൈറ്റിലേക്ക് കൈമാറുന്ന ഡ്രോയിങ് ആണ് ഈ ഷോപ്പ് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് തന്നെ കണ്ടില്ലേ, കോൺട്രാക്ടർ, സബ് കോൺട്രാക്ടർ ഉണ്ടാവും. ആ സബ് കോൺട്രാക്ടർ ഇതിനകത്ത് ഉൾപ്പെടും. ഈ കോൺട്രാക്ട് കൺസ്ട്രക്ഷൻ ഫേസിൽ ടൈം ലൈനിലെ കോൺട്രാക്ടർ, സബ് കോൺട്രാക്ടർ എന്ന ഒരു ഓപ്ഷൻ പെടുന്നുണ്ട്, കാണാൻ കഴിയുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത് അല്ലെ. കൺസ്ട്രക്ഷൻ ഡാറ്റ കൈമാറുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്താ വെച്ചാൽ പിന്നീട് നമ്മൾ ഷോപ്പ് ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ റെവിറ്റ് ആണ് യൂസ് ചെയ്യുന്നത് വിചാരിക്കുക. ഈ കോർഡിനേഷൻ നമ്മൾ നമ്മുടെ 360 ഓട്ടോഡെസ്ക് ആണ്. A360 എന്ന് പറഞ്ഞാൽ ഓട്ടോഡെസ്കിന്റെ 360 സോഫ്റ്റ്വെയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിലിട്ടിട്ട് നമ്മൾ
റിവിറ്റിൽ കൊളാബറേഷൻ നടത്തും. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് പിന്നീട് തിരിച്ച് പോകും. എങ്ങോട്ട് പോകും? ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ് ടീമിലേക്ക് തന്നെ പോകും. അപ്പൊ എന്തെങ്കിലും റിവിഷൻസ് ഉണ്ടെങ്കിൽ, അപ്പൊ ഇവിടെ നിന്ന് തന്നെ നമ്മൾ റിവിഷൻസ് ഒക്കെ നോക്കി എന്തെങ്കിലും ക്ലാഷ് ഡിറ്റക്ട് ചെയ്തിട്ട് അതിന് നമ്മൾ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യും, ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ് ടീമിലേക്ക് തന്നെ തിരിച്ചു വിടും. എന്തെങ്കിലും റിവിഷൻ ഒക്കെ നടത്താനുണ്ട് എങ്കിൽ. റിവിഷൻ നടത്താനില്ല എങ്കിലാണ് നമ്മൾ പിന്നീട് ഈ സാധനത്തെ എന്ത് ചെയ്യുക, ഇത് 2 ആണ് കേട്ടോ, ഈ ആരോസ് എല്ലാം 2 ആണ്. അത് ഇവിടെ നമ്മൾ ക്ലാഷ് ഇത് ഇങ്ങോട്ട് അയച്ച് അത് വീണ്ടും കൊളാബറേഷനിലേക്ക് അയച്ച കൊളാബറേഷൻ പിന്നീട് ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ് ടീമിലേക്ക് മുകളിലേക്ക് അയച്ച് അവിടെ നിന്ന് റിവിഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരും. തിരിച്ചു വന്ന് അതിൽ എന്ത് ചെയ്യും, പിന്നെയും കൊളാബറേഷൻ നടത്തി അത് നമ്മളുടെ ഈ ക്ലാഷ് ഡിറ്റക്ഷൻ എന്തും കൂടി വരും. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, കോർഡിനേഷൻ ക്ലാഷ് ഡിറ്റക്ഷൻ ഒന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്താണെങ്കിൽ അത് നേരെ നമ്മൾ ഷോപ്പ് ഡ്രോയിങ്ങിലേക്ക് വിടും. ഷോർട്ട് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സൈറ്റിലേക്ക് കൊടുക്കുന്ന ഡ്രോയിങ് ആണ് ഷോപ്പ് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് COBA സ്റ്റാൻഡേർഡ് വെച്ച് നമ്മൾ സൈറ്റിലേക്ക് കൊടുക്കും. എന്നിട്ട് ചെയ്യുന്ന പറഞ്ഞാൽ വീണ്ടും നമ്മളൊന്ന് ഒരു കൊളാബറേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതും നമ്മൾ എന്തെങ്കിലും ഓട്ടോഡെസ്കിന്റെ ഒക്കെ എന്തെങ്കിലും കൊളാബറേഷൻ പ്ലാറ്റ്ഫോം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. എന്നിട്ട് അവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കും, നമ്മൾ ഒരു അൺഫോഴ്സിൻ കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടോ നോക്കും. സപ്ലിമെന്ററി ഇൻസ്ട്രക്ഷൻ എന്തെങ്കിലും ഓർഡർ എന്തെങ്കിലും സ്കെച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്ന കാര്യങ്ങളൊക്കെ നോക്കും. എന്നിട്ട് പിന്നീട് നമ്മൾ പഴയതുപോലെ ഓരോ സ്റ്റേജിലും നമ്മൾ ഈ റിവിറ്റിലേക്ക് കൊളാബറേഷൻ വിടും. അത് നമ്മൾ ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ് ടീമിലേക്ക് വിടും. അവിടെ നിന്ന് റിപ്ലൈ വരും. തിരിച്ച് വീണ്ടും നമ്മളുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫീൽഡ് ഡാറ്റയൊക്കെ മാറ്റും ഈ COBA. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ഈ കൊളാബറേഷനകത്ത് നമുക്ക് തിരിച്ചു വരുന്ന സാധനങ്ങൾ ഒന്നുമില്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് തിരിച്ചു വരിക. ഈ കൊളാബറേഷൻ പിന്നീട് നമ്മൾ കറക്റ്റ് ചെയ്ത് നമ്മൾ തിരിച്ചു സാധനം പിന്നെ എഡിറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇത് എന്താണ്, താഴ്ത്തോണ്ടിരിക്കുന്നില്ലേ, വ്യൂ ഓർ റീഡ് ഓൺലി ഡാറ്റ ആയിട്ടാണ് നമ്മൾ തിരിച്ചു വരിക. എന്നിട്ട് അതിന് എന്ത് ചെയ്യും, കൊളാബറേഷൻ ഇട്ടിട്ട് നമ്മൾ COBA ഫീൽഡ് ഡാറ്റ ആക്കും. പിന്നീട് നമ്മൾ ബിം ലിങ്ക് ഇതൊക്കെ സോഫ്റ്റ്വെയർസ് ആണ്. ഇതൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യണമെന്നില്ല, ഓർത്ത് വെച്ചാൽ മതി. എങ്ങനെയാണ് പ്രോസസ് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കണ്ട. അപ്പൊ ഇത് സംഭവം എന്താ വെച്ചാൽ ഇവിടെ കണ്ടില്ലേ ഓണറിന്റെ അടുത്തേക്ക് വരുന്നത്. ഈ ഓണറിന് എപ്പോഴും ഈ കാര്യം എന്താണ്, വ്യൂ ഓർ റീഡ് ഓൺലി ആയിരിക്കും. ഓണർ ഒരിക്കലും ഇത് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് ഈ എഞ്ചിനീയേഴ്സിന്റെ തിരിച്ചു വരുന്ന സാധനം നമ്മൾ എന്ത് ചെയ്യും, ഈ ഓണറിന് നമ്മൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകും. അതാണ് കാര്യം. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഓണർ ഒരിക്കലും ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. വ്യൂ ഓർ റീഡ് ഓൺലി ആക്സസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഈ കൊളാബറേഷൻ ഭാഗത്ത് നിന്ന് പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, COBA ഫീൽഡ് ഡാറ്റയിലേക്ക് പോകും. അവിടെ നമ്മൾ ബിം ലിങ്ക് യൂസ് ചെയ്യും. എന്നിട്ട് പിന്നീട് കൺസ്ട്രക്ഷൻ ഫേസ് കഴിഞ്ഞ് കൺസ്ട്രക്ഷൻ ഒക്കെ കഴിഞ്ഞ ശേഷം പോസ്റ്റ് കൺസ്ട്രക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ 2 ടീമാണ് കഴിഞ്ഞ, ഫസ്റ്റ് ഡിസൈൻ കഴിഞ്ഞു, കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. പിന്നെ അത് പോസ്റ്റ് കൺസ്ട്രക്ഷൻ ആണ്. പോസ്റ്റ് കൺസ്ട്രക്ഷനിലേക്ക് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ അതിനൊരു ബിൽറ്റ് മോഡലാക്കി മാറ്റിയിട്ട് ഓൾറെഡി അതിന് നമ്മൾ COBA ഡെലിവറിബിൾ ആണെന്ന് ചെക്ക് ചെയ്യും. അല്ലെങ്കിൽ പിന്നീട് ചെക്ക് ചെയ്തിട്ട് തന്നെ തിരിച്ചയക്കും. എന്നിട്ട് നമുക്ക് ഈ കൺസ്ട്രക്ഷൻ മോഡലിനെ നമ്മൾ ഇതിൽ 1 വേ പാത്താണ്. ഇവിടെ നമ്മൾ റിവ്യൂ ചെയ്യാൻ വിടും. എഞ്ചിനീയേഴ്സ് ആണ് ടോപ്പിലെ ആൾക്കാരാണ്. എഞ്ചിനീയേഴ്സ് ആർക്കിടെക്ട്സ് റിവ്യൂ ചെയ്യാൻ വിടും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവര് റിവ്യൂ ചെയ്തിട്ട് ആ റിവ്യൂ ചെയ്ത മോഡലിനെ ഇവര് പിന്നീട് ഓണർക്ക് അയച്ചു കൊടുക്കും. ഈ റിവ്യൂ ചെയ്ത മോഡൽ ഓണർക്ക് പോകും. നമുക്ക് ഈ ഡെലിവറി ചെയ്ത സാധനം നമുക്ക് ഓണർക്ക് പോകും. ഇങ്ങനെയാണ് നമ്മളുടെ ഡാറ്റ വാലിഡേറ്റ് ഒരുമിച്ച് എത്തുന്നത്. അങ്ങനെയാണ് ഈ ഓപ്പറേഷൻസിലേക്ക് എത്തുന്നത്. അതായത് ലാസ്റ്റ് നമ്മളുടെ ഓർഡറിലേക്ക് കാര്യങ്ങൾ തിരിച്ചെത്തും. അപ്പൊ ഇത്രയും സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ എവിടെ നിന്ന് കിട്ടുന്നത്, ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നത്. ഓരോ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നത് എന്നാണ്. അപ്പൊ ഇതാണ് ഒരു COBA യൂസ് ചെയ്തിട്ടുള്ള ബിം സ്റ്റാൻഡേർഡിന്റെ ഒരു ഫോർമൽ പ്രൊസീജിയർ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതേ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒട്ടുമിക്ക കാര്യങ്ങൾ ചെയ്യാറ്. ഇത് നിങ്ങൾ പ്രൊജക്ട് മാനേജ്മെന്റ് എന്നുള്ള സോഫ്റ്റ്വെയറിലൊക്കെ നിങ്ങൾ പ്രൊജക്ട് മാനേജറിന്റെ കോഴ്സിലൊക്കെ ഈ സ്റ്റാൻഡേർഡ് ആണ് നിങ്ങൾ പഠിക്കുക. ഈ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം. അതായത് ഓരോ സ്റ്റേജിലും ആരൊക്കെ എന്തൊക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യണമെന്നും എങ്ങനെ മാറ്റങ്ങൾ വരുത്തണം, എങ്ങനെയാണ് റിവൈസ് സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നും എപ്പോഴാണ് ഇത് ഓണർക്ക് വിസിബിൾ ആക്കി കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ഇത്രയാണ് COBAന്റെ ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് COBA എഫിഷ്യന്റ് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് സിസ്റ്റം. COBA എന്ന് പറഞ്ഞാൽ ബേസിക്കലി
അത് സ്പ്രെഡ്ഷീറ്റ് ആണ്. ഇൻഫർമേഷൻ അബൌട്ട് എ പ്രൊജക്ട് ഫെസിലിറ്റീസ്, സ്പേസസ്, ഫ്ലോ, സിസ്റ്റം, ഇൻസ്റ്റാൾഡ് എക്യുപ്മെന്റ് ആൻഡ് കറസ്പോണ്ടിങ് ഡോക്യുമെന്റേഷൻ അലോങ് വിത്ത് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അബൌട്ട് അതർ ആസ്പെക്ട്സ്. അതായത് അത് സ്പ്രെഡ്ഷീറ്റ് ആണ്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? എല്ലാ ഇൻഫർമേഷൻസും, എന്തൊക്കെ ഫെസിലിറ്റി, സ്പേസ്, ഫ്ലോ, സിസ്റ്റം, എന്തൊക്കെ എക്യുപ്മെന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് COBA ഉണ്ടാവുക. So all the entries inside a COBA sheet are hyperlinked to another entries to add value and make information accessible. അതായത് എല്ലാ എൻട്രീസിലും നമ്മൾ ഹൈപ്പർ ലിങ്ക് യൂസ് ചെയ്യും ഈ സ്പ്രെഡ്ഷീറ്റിൽ തന്നെ. ഒരു ഹൈപ്പർ ലിങ്ക് ചിലപ്പോൾ എന്താവും, ഡ്രോയിങ്സ് ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോൾ ഒരു ഡ്രോയിങ് ഫ്ലോർ 1 എന്നൊക്കെ പറഞ്ഞ നമ്മളൊരു സെല്ലിൽ, സ്പ്രെഡ്ഷീറ്റ് സെല്ലിൽ മാർക്ക് ചെയ്യുന്ന അതിനകത്ത് നമ്മൾ ഹൈപ്പർ ലിങ്ക് കൊടുത്തിട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ പർട്ടിക്കുലർ പ്ലാന്റെ ഡ്രോയിങ്സിലേക്ക് പോകും, അല്ലെങ്കിൽ 3D മോഡലിലേക്ക് പോകും. അപ്പൊ അങ്ങനെയാണ് എല്ലാം ഇന്റർകണക്ട് ആയിട്ട് വെക്കുക. ദ ഇന്റർകണക്റ്റഡ് നേച്ചർ ഓഫ് ദ എൻട്രീസ് inside a COBA spreadsheet or data makes information exchange process streamlined and more productive for all the stakeholders. അതായത് ഒറ്റയടിക്ക് നമുക്ക് ഇന്റർകണക്ട് ആയതുകൊണ്ട് തന്നെ എല്ലാ ഡാറ്റയും നമുക്ക് ഒരുമിച്ച് കിട്ടുമെന്നാണ് പറയുന്നത്. The end users, that is the facility managers, don't have to fiddle with huge piles of manual sheets or unorganized data for accessing information at various points during the maintenance life cycle. അതായത് നമ്മൾ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്ത് പ്രൊജക്ട് ആയിക്കോട്ടെ, ആ പ്രൊജക്ടിന്റെ നമ്മൾ ഓണർക്ക് നമുക്കത് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ ശേഷം അതിന്റെ മെയിൻ്റനൻസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ ഫെസിലിറ്റി മാനേജേഴ്സ് ഉണ്ടാവും. ഫെസിലിറ്റി മാനേജേഴ്സ് ആണ് അതിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളും നടത്തുക, അതിന്റെ റൺ ചെയ്യും പ്രൊജക്ടിനെ. അവർക്ക് എന്തെങ്കിലും മെയിൻ്റനൻസ് ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് മൊത്തത്തിൽ ഉള്ള ഡാറ്റ ഒരുമിച്ച് നോക്കണ്ട, എന്താണോ പാർട്ട്, ആ പാർട്ടിനുള്ള കാര്യങ്ങൾ നമ്മളുടെ ഈ COBA സ്പ്രെഡ്ഷീറ്റിനകത്ത് ഉണ്ടാവും. അപ്പൊ ആ സ്പ്രെഡ്ഷീറ്റ് നോക്കിയിട്ട് ചെയ്താൽ മതി. അതാണ് ഇതിന്റെ എളുപ്പം. അപ്പം ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാല് നമ്മളെ COBA യൂട്ടിലിറ്റി ആൻഡ് ആപ്ലിക്കേഷൻസ് ഫോർ BIM ഡിസൈനേഴ്സ്, ബിൽഡിംഗ് ഡിസൈനേഴ്സ്, കോൺട്രാക്ടേഴ്സ് ആൻഡ് ഫെസിലിറ്റി, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ മാനേജേഴ്സ് എങ്ങനെയാണ് COBA അതിന്റെ യൂട്ടിലിറ്റി ആപ്ലിക്കേഷൻസ് ബാധിക്കുക, ഡിസൈനേഴ്സിന്, കോൺട്രാക്ടേഴ്സിന്, പിന്നെ ഫെസിലിറ്റി മാനേജേഴ്സ്, അതായത് കൺസ്ട്രക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് എത്തുന്ന അവരുടെ മെയിൻ്റനൻസ് അങ്ങനത്തെ റൺ ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഈ COBA സ്റ്റാൻഡേർഡ് ആപ്ലിക്കബിൾ ആവുന്നതെന്നാണ് പഠിക്കുന്നത്. ഫസ്റ്റ് മാനേജേഴ്സിന്റെ കാര്യം നോക്കാം. COBA has improved the quality of data delivery during the handover process. As COBA organizes handover data in digital format, it becomes easier for the owners and other stakeholders like facility managers to review the construction handover documents. Fundamentally, 3 different stakeholders, namely the designers, contractors, and facility managers, benefit largely from COBA operations. അപ്പൊ മാനേജേഴ്സിന്റെ കാര്യം പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് COBA ഫോർ ഡിസൈനേഴ്സ്. അപ്പൊ ഇതാണ് കാര്യങ്ങളുള്ളത്. ഡിസൈനേഴ്സ് ആരൊക്കെയാണ് വരിക? ഡിസൈനേഴ്സ്, കോൺട്രാക്ടേഴ്സ് ആൻഡ് ഫെസിലിറ്റി മാനേജേഴ്സ്. ഇത്തരം കാര്യങ്ങളാണ് വരിക. എങ്ങനെയാണ് ഇതിനെ ഓരോരുത്തരെ ബാധിക്കുന്നത് നോക്കാം. അപ്പൊ COBA ഫോർ ഡിസൈനേഴ്സ് നോക്കാം. COBA makes it easier for designers to match their drawings with the COBA data. നമ്മളുടെ ഡിസൈനർ എന്ന് പറഞ്ഞാല് ബേസിക്കലി എഞ്ചിനീയറിലേക്ക് അല്ലെങ്കിൽ ആർക്കിടെക്ചറൊക്കെ. അപ്പം നമ്മളുടെ ഡ്രോയിങ്സ് ആയിട്ട് കറസ്പോണ്ടിങ് ആയിട്ടാണോ നമ്മളുടെ വന്നിരിക്കുന്ന എക്സിക്യൂഷൻ നടക്കുന്നതെന്നും കാര്യം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. COBA data for designers include the complete set of all the design schedules associated with the drawings. Using modern design software, designers can directly export COBA data related to drawings without any hassle. All the major design software support modern COBA specifications, making it easier for designers to comply with COBA requirements. അതായത് പറയുന്നത് വെച്ചാൽ നമ്മളുടെ എല്ലാ ഡിസൈൻ കാര്യങ്ങളും എളുപ്പത്തിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും COBA സ്റ്റാൻഡേർഡ് വെച്ച്. അപ്പം ഒട്ടുമിക്ക സോഫ്റ്റ്വെയർസിന് ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മുടെ ഓട്ടോഡെസ്കിന്റെ സോഫ്റ്റ്വെയർസ് COBA സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ സോഫ്റ്റ്വെയർസിന്റെ പ്രോസസ്സിനകത്ത് നമുക്ക് പ്രത്യേകം നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ COBA സ്റ്റാൻഡേർഡ് വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സോഫ്റ്റ്വെയർസ് ഇത് ഓൾറെഡി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ നമ്മുടെ ഡ്രോയിങ്ങും, നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡ്രോയിങ്ങും എക്സിക്യൂഷൻ നമ്മുടെ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡിസൈനേഴ്സ് ഈ COBA സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് COBA ഫോർ കോൺട്രാക്ടേഴ്സ്. So COBA makes it simpler for contractors to collect construction submission data effectively. The process of information gathering and organization become quite easier as COBA eliminates need to copy and reorganize data and again. അതായത് നമുക്കൊരു കോൺട്രാക്ടേഴ്സ് നമ്മൾ ഡാറ്റ കൊടുക്കുമ്പോൾ ഓരോ തവണ അത് കോപ്പി ചെയ്ത് കാണിക്കണ്ട, നമുക്ക് ഓൾറെഡി COBA ഫയൽ ആയിട്ടുണ്ടാവും. അപ്പൊ ആ ഫയൽ നമുക്ക് റെഡിലി ആക്സസിബിൾ ആയിരിക്കും. Also COBA it makes it possible for contractors to reduce the time and
എഫേർട്ട് സ്പെൻഡ് ഓൺ എക്യുപ്മെന്റ് സർവീസ്. അപ്പോൾ എന്താണ് കാര്യം, നമ്മൾ ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ COBA സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തിട്ട് തന്നെ പ്ലാനിങ് സ്റ്റേജിൽ നമ്മൾ പറയുന്നുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് ആണ് യൂസിങ് COBI കോൺട്രാക്ടേഴ്സ് ക്യാൻ ഓട്ടോമേറ്റ് ദ ടാസ്ക് ഓഫ് operations and maintenance manual. Operations and maintenance manual, significantly reducing the effort on compiling and organizing information for handover. അപ്പോൾ എല്ലാം നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് നമുക്ക് പറയുന്നത്. ഓപ്പറേഷൻ മെയിൻ്റെനൻസും കാര്യങ്ങളും മാനുവൽസ് എല്ലാം ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡിസൈനേഴ്സിന് കോൺട്രാക്ടേഴ്സിനുള്ളത്. നെക്സ്റ്റ് പറഞ്ഞാൽ ഫെസിലിറ്റി മാനേജേഴ്സ്. അതാണ് നമ്മുടെ ലാസ്റ്റത്തെ ടീം. ഈ ഫെസിലിറ്റി മാനേജേഴ്സ് പറഞ്ഞാൽ ആരാണ്? ഡിസൈനർ പറഞ്ഞാൽ ആരാണ് ഡിസൈൻ ചെയ്യുന്നത്, കോൺട്രാക്ടർ പറഞ്ഞാൽ ആരാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. പിന്നെ ഫെസിലിറ്റി മാനേജർ പറഞ്ഞാൽ ശരിക്കും ഓണറിന്റെ ഭാഗത്തുള്ള ആരാണ് ആ പ്രൊജക്ടിനെ റൺ ചെയ്യുന്നത്. ഇപ്പം ഒരു ഷോപ്പിംഗ് മോൾ നമ്മൾ ബിൽഡ് ചെയ്ത് ഡിസൈൻ ചെയ്യുന്ന ആരാണ്? എഞ്ചിനീയേഴ്സും ആർക്കിടെക്ട്സും കൂടി. കൺസ്ട്രക്ട് ചെയ്യുന്ന കോൺട്രാക്ടർ ആയിരിക്കും. പിന്നെ അത് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഓണർ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ ഏൽപ്പിക്കുക, ആ ഒരു അസറ്റ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെയാണ് ഈ ഫെസിലിറ്റി മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ COBI makes it easier for facility managers, occupants and owners to access documentation related to equipment and understand spaces in detail. അപ്പോൾ എന്തൊക്കെ എക്യുപ്മെന്റ് ആണ് അതിൻ്റെയൊക്കെ ഡോക്യുമെന്റേഷൻ ഒക്കെ ഓൾറെഡി നമുക്ക് ഉണ്ടാവും. സോ ഓരോന്നിന്റെ സ്പെസിഫിക്കേഷനും എല്ലാ കാര്യങ്ങളൊക്കെ അതിനകത്ത് മനസ്സിലാക്കാൻ കഴിയും. സോ വിത്ത് എ പ്രോപ്പർലി ഓർഗനൈസ്ഡ് COBI sheet, facility managers can take care of building operations, maintenance and management requirements throughout the entire life cycle ഫ്രം ദ ഡേ ഓഫ് ഹാൻഡ് ഓവർ. അതായത് നമുക്ക് ഓരോന്നിനും ഇപ്പൊ അതിനകത്ത് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നമ്മുടെ COBI സ്റ്റാൻഡേർഡിൽ യൂസ് ചെയ്ത ഓരോ കാര്യങ്ങളുടെ. ഇപ്പൊ ഡോർ ആണെങ്കിൽ ഡോറ് എത്ര ഫയർ ഫൈറ്റിംഗ് ഉണ്ട്, എത്ര ബൈ മിനിറ്റ് ആണ് പലപ്പോഴും ഫയർ ഫൈറ്റിംഗ് ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ എത്ര മിനിറ്റ് ഫയർ ഫൈറ്റിംഗ് കപ്പാസിറ്റി ഈ ഡോറിന്, ഫയർ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫയർ ഫയർ പ്രിവെൻഷൻ ഫെസിലിറ്റി എത്ര മിനിറ്റ് നേരത്തേക്ക് ഉണ്ടെന്നൊക്കെയാണ് പറയുക. ചിലത് 2 hour ഉണ്ടാവും, ചിലത് 30 minutes ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ നമുക്കൊരു ഫയർ ആക്സിഡന്റ് ഉണ്ടായാൽ നമുക്ക് ഈ പെർട്ടിക്കുലർ ഡോറിന്റെ ഫ്രെയിമോ അല്ലെങ്കിൽ ഡോറോ എന്തെങ്കിലും മാറ്റി വെക്കണോ എന്നൊക്കെ മനസ്സിലാവും. അപ്പൊ അതായത് ഓരോന്നിന്റെയും കപ്പാസിറ്റി എത്രയാണ് ഈ ഫയറിൽ എന്നൊക്കെ നമുക്ക് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഓരോ പ്ലംബിംഗ് എക്യുപ്മെന്റ്സിന്റെ എത്ര കാലാവധി ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ COBI ഷീറ്റിനകത്ത് പറയുന്നുണ്ടാവും. അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും എടുത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ ഇന്ന ഷെഡ്യൂൾ ഇതൊക്കെ മാറ്റണം എന്ന് ഓൾറെഡി നമ്മളുടെ COBI സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ടാവും. അത് ഓൾറെഡി നമ്മൾ ആ സ്പ്രെഡ്ഷീറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഇന്ന ലൈക്ക് 10 years കഴിയുമ്പോൾ ഇതിന്റെ എല്ലാ ഇപ്പം പ്ലംബിംഗ് എല്ലാം മാറ്റണം, അല്ലെങ്കിൽ 20 years കഴിയുമ്പോൾ അതിന്റെ വയറിംഗ് മുഴുവൻ മാറ്റണം, അങ്ങനെയൊക്കെ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് ഹാൻഡ് ഓവർ ചെയ്യുന്ന ആ ദിവസം പോലെ. അപ്പൊ നോ മോർ ആർ ദേ റിക്വയർഡ് ടു ഗോ ത്രൂ ദ ബൾക്കി മാനുവൽ ഡോക്യുമെന്റേഷൻ ഇൻ അൺഓർഗനൈസ്ഡ് ഫോർമാറ്റ് once the stakeholders move on to COBI. അപ്പോൾ COBIയിലേക്ക് മൂവ് ഓൺ ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് ഓരോന്നിനും ഫോളോ ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ്. ഓരോ നമ്മൾ ഡോർ ഉണ്ടാക്കി, ഞാൻ നേരത്തെ പറഞ്ഞത് അതൊരു COBI സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അപ്പൊ ആ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായി മനസ്സിലാക്കാൻ കഴിയും ഇത്ര കൊല്ലം കഴിഞ്ഞാൽ ഡോർ മാറ്റി വെക്കണം. അതേപോലെ ഇപ്പൊ വിൻഡോ ഗ്ലാസ് ഇത്ര കൊല്ലം കഴിഞ്ഞ് മാറ്റി വെക്കണം. പിന്നെ അതിലെ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സോ എന്തെങ്കിലും മെഷീനറി അതൊക്കെ ഇത്ര കാലം കഴിയുമ്പോൾ മാറ്റി വെക്കണം ഓൾറെഡി നമ്മളെ സ്റ്റാൻഡേർഡ് പറയുന്നത്. അപ്പൊ അതാണ് കാര്യം. അപ്പൊ നമുക്ക് എന്താണ് സമ്മറി എന്താണ് COBI നോക്കാം. സോ COBI ഈസ് ഫ്യൂലിംഗ് എ ന്യൂ എറ ഓഫ് കൊളാബറേഷൻ ആസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് BIM ടെക്നോളജി. അപ്പൊ BIMന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് COBI നടക്കുന്നത്. അതായത് BIM ഒറ്റയ്ക്ക് നിലനിൽക്കാൻ കഴിയില്ല, അതിന്റെ കൂടെ COBIയും കൂടി വന്നാലേ നമുക്ക് അതിന്റെ പ്രോപ്പർ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അത് അപ്പോഴേ നമ്മൾ പ്രോപ്പർ ഓട്ടോമേഷൻ നടക്കുള്ളൂ നമ്മളുടെ ഇൻഡസ്ട്രിയിൽ. ബൈ ട്രാൻസ്ഫോമിംഗ് ദ പേപ്പർ ബേസ്ഡ് ഡാറ്റ സ്റ്റോറേജ് പ്രോസസ് earlier to a digital format, COBI is paving the way to efficient collaboration and streamlined information exchange all over the world. അതായത് നമുക്ക് ഈ പേപ്പറിൽ നമ്മൾ ഡാറ്റ സ്റ്റോറേജ് വെക്കുമ്പോൾ ഉള്ള ഡിഫിക്കൽട്ടി അത്ര ഡിഫിക്കൽട്ട് അല്ല. നമ്മൾ ഡിജിറ്റലി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അത് നമ്മൾ സെക്കൻഡ് മോഡിലും ഫസ്റ്റ് മോഡിലൊക്കെ പറഞ്ഞാണ് എന്താണ് ഡിജിറ്റലി ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന്റെ അഡ്വാൻറ്റേജസ് കാര്യങ്ങളൊക്കെ. നമ്മൾ ഈസിലി നമ്മളെ എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയും. നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ അത് എളുപ്പത്തിൽ എഡിറ്റ് ചെയ്ത് മാറ്റാൻ കഴിയും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒരുപാട് പേപ്പർ വർക്ക്സിനെക്കാളൊക്കെ എത്രയും ബെറ്റർ ആണ് ഡിജിറ്റൽ ഡാറ്റ സ്റ്റോർ ചെയ്തേക്കുന്നത്. സോ യുണൈറ്റഡ് അതായത് COBI ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ഫ്രെയിംവർക്ക് ആൻഡ് ഹെൽപ്സ് ബിക്കം COBI കംപ്ലൈന്റ്. അതായത് പല BIM കമ്പനീസും ഉണ്ട്. അപ്പം അതിലൊരു എക്സാമ്പിൾ ആണ് ഈ പറയുന്ന യുണൈറ്റഡ് BIM എന്ന് പറയുന്ന ഒരു കമ്പനി. അപ്പൊ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ യുണൈറ്റഡ് BIM എന്ന് പറഞ്ഞ ഇവരുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക്
ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബിമ്മിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അതാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനത്തെ പല കമ്പനീസ് ഉണ്ടാവും. വേറൊരു ബിം മോഡലിംഗ് കമ്പനി കേരളത്തിൽ തന്നെ ഉണ്ട്, 2-3 ബിം മോഡലിംഗ് കമ്പനീസ്. അവർ അത്ര കിഴിലൻ കമ്പനീസ് ആയിരിക്കില്ല, എന്നാലും സ്റ്റിൽ അവർക്ക് ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കാനൊക്കെ കഴിയും. അപ്പൊ ബിം നിങ്ങൾ എപ്പോഴും പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ബ്രാഞ്ച് റെസ്പെക്റ്റീവ് ആയിട്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബിമ്മിനകത്ത് തന്നെ വരുന്ന കാര്യങ്ങളാണ് MEP ഒക്കെ വരുന്നത്. MEP വരുന്ന കാര്യങ്ങൾ ബിമ്മിനകത്ത് വരും. പിന്നെ അതുപോലെ തന്നെ ഇത് മെഷീനറീസ് ബാധിക്കും. പിന്നെ ഇലക്ട്രിക്കൽ മറ്റു കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടൊക്കെ ബിം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബിൽഡിംഗ് മാത്രമല്ല, എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ബിമ്മിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം നിലവില് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്.